അഭിവന്യ അധ്യക്ഷൻ ജനാബ് PC ഇബ്രാഹിം മാസ്റ്റർ, ഞാൻ ഏറെ ആദരിക്കുന്ന ഉസ്താദ് AP അബൂബക്കർ മൗലവി സാഹിബ്, ഈ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി, പാർലമെന്റിൽ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിരുന്ന ശ്രീമാൻ NK പ്രേമചന്ദ്രൻ, രാജ്യസഭാ അംഗവും മുൻ മന്ത്രിയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ജനാബ് K ഇസ്മായിൽ സാഹിബ്, പാർലമെന്റിൽ എൻ്റെ സ്നേഹിതനായ സുഹൃത്തായ ശ്രീ T മുഹമ്മദ് ബഷീർ സാഹിബ്, ബഹുമാനായ ശ്രീ ആര്യാടൻ മുഹമ്മദ് MLA, ബഹുമാനായ ശ്രീ MP വീരേന്ദ്രകുമാർ, ബഹുമാനായ ശ്രീ UC രാമൻ, ബഹുമാനായ മുൻ മന്ത്രി പ്രിയങ്കരനായ സ്നേഹിതൻ ഡോക്ടർ മുനീർ, ജനാബ് PT അബ്ദുൽ ലത്തീഫ്, പ്രിയങ്കരനായ ശ്രീ മോയിൻകുട്ടി സാഹിബ്, ഈ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയിട്ടുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പത്രമാധ്യമങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ടെത്തിയിട്ടുള്ള പ്രിയങ്കരായ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതിരറ്റ സന്തോഷത്തോടുകൂടിയാണ് മർക്കസിന്റെ ഈ വിപുലമായ പരിപാടിയിൽ സംബന്ധിക്കാനും ഇന്നിവിടെ നടക്കുന്ന ദേശസുരക്ഷ എന്ന ഈ സെമിനാറിൽ സംബന്ധിക്കാനും ഒക്കെ തന്നെ ഞാനിവിടെ നിൽക്കുന്നത്. മർക്കസിൽ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. മർക്കസിനെക്കുറിച്ച് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ഈ മർക്കസ് എന്ന് പറയുന്ന പ്രസ്ഥാനം 30 വർഷം മുമ്പ് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അഭിവന്യനായ AP അബൂബക്കർ മൗലവി സാഹിബും ഞാനുമായി എന്തെന്നില്ലാത്ത ആത്മബന്ധമുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ ദൈനംദിന പ്രവർത്തനത്തെക്കുറിച്ചും ഇത് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചുമൊക്കെ തന്നെ അദ്ദേഹം എന്നോട് എല്ലാ സന്ദർഭങ്ങളിലും വളരെ വിശദമായി തന്നെ സംസാരിച്ച കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. ഇന്ന് മർക്കസ് ഒരു മഹാപ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ആയിരക്കണക്കായ വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം കൊടുക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന മഹാസ്ഥാപനമായിട്ട് ഇന്നിത് വളർന്നിരിക്കുന്നു. അതിൽ നമുക്കെല്ലാവർക്കും തന്നെ അഭിമാനിക്കാമെന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളത്. വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് മർക്കസിന്റെ ആവിർഭാവം മുതൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയും മാറ്റവുമൊക്കെ തന്നെ ഞാൻ വിശദമായി പ്രതിപാദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നില്ല. ദേശീയ ഉദ്ഗ്രഥനത്തിന്റെ ഉത്കൃഷ്ടമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാന്യായ AP അബൂബക്കർ മുസ്ലിയാർ സാഹിബും അദ്ദേഹം സഹപ്രവർത്തകന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഈ നാട്ടിന്റെ മഹിതമായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ, മതപരമായ സൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ മഹൽ സ്ഥാപനം ഇന്നലെ പ്രവർത്തിച്ചതുപോലെ തന്നെ നാളെയും പ്രവർത്തിക്കുമാറാകട്ടെ എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഹൃദയപൂർവ്വം ആശംസിക്കേണ്ടതായിട്ടുള്ളത്. ഇന്നിവിടെ വെച്ച് നടത്തപ്പെടുന്ന ഈ സെമിനാറിൽ സംബന്ധിക്കാൻ വേണ്ടി ബഹുമാനായ ഉസ്താദ് തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞപ്പോൾ അല്പം തിരക്കുണ്ടായിട്ട് പോലും ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത്, എന്നോട് എന്നും തുറന്ന മനസ്സോടുകൂടി പെരുമാറിയിട്ടുള്ള, എന്നോട് എന്നും സ്നേഹവാത്സല്യത്തോടുകൂടി മാത്രം പെരുമാറിയിട്ടുള്ള, എപ്പോഴും എനിക്ക് ഒരു വഴികാട്ടി എന്ന രൂപത്തിൽ നിർണായക ഘട്ടങ്ങളിലും പ്രതിസന്ധിയിലുമൊക്കെ തന്നെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള, എന്നും ഡൽഹിയിലെത്തുമ്പോൾ എന്നെ കണ്ടു മാത്രം അടങ്ങുന്ന ഉസ്താദിന്റെ
നിർബന്ധം പോലുമാണ് എന്ന് ഞാൻ അറിയിക്കുന്നു. എനിക്ക് അഭിമാനവും സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചിൽ. ഞാൻ എല്ലാവരോടും ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കാം. ഇവിടെ ഇന്ന് വളരെ പ്രസക്തമായ, കാലികമായ ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ഇവിടെ ഇന്ന് ഈ സെമിനാറിൽ അവതരിപ്പിക്കാനും ഈ സെമിനാറിൽ ചർച്ച നടത്താനും വേണ്ടി മർക്കസ് തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രൗഢമായി ആധികാരികമായി കാര്യങ്ങൾ സംസാരിക്കാൻ അർഹതയുള്ള, അതിന് ത്രാണിയും ശേഷിയുമുള്ള നിരവധി പണ്ഡിതന്മാരും അതുപോലെ തന്നെ പ്രാമാണികന്മാരായ വ്യക്തികളുമൊക്കെ തന്നെ ചടങ്ങിൽ സംബന്ധിച്ചു എന്നതുകൊണ്ട് തന്നെ ഈ സെമിനാർ തീർച്ചയായും അത് ഉൾക്കൊള്ളുന്ന എല്ലാ അർത്ഥത്തിലും ഉജ്ജ്വലമായ ഒരു സെമിനാറായിട്ട് മാറട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെല്ലാം തന്നെ ഒന്നായി ഈ വിഷയത്തെക്കുറിച്ചുകൊണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ തന്നെ മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ബുദ്ധികേന്ദ്രത്തെ ഞാൻ ഈ സന്ദർഭത്തിൽ വാഴ്ത്താനും അനുമോദിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ലക്ഷോപലക്ഷം ജനങ്ങളുടെ നിസ്വാർത്ഥമായ കഠിനാധ്വാനത്തിന്റെയും ജീവത്യാഗത്തിന്റെയും അനന്തര സൃഷ്ടിയാണ് നമ്മുടെ ഭാരതം. ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഏതൊരു ഭാരതീയന്റെയും